സംസ്ഥാനത്തിന്റെ സുഗന്ധവ്യഞ്ജന മേഖലകളിൽ പ്രധാനിയായി പത്തനാപുരം. നെല്ല്, ഇഞ്ചി, കുരുമുളക്, കശുവണ്ടി എന്നിവയെല്ലാം പത്തനാപുരത്തിന്റെ കൃഷിഭൂമിയിൽ ഇടം പിടിക്കുന്നുണ്ട്. 2001 മുതൽ KV ഗണേഷ് കുമാറാണ് പത്തനാപുരം MLA. നിലവിൽ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വലിയ വികസന കുതിപ്പ് തന്നെയാണ് പത്തനാപുരം സ്വന്തമാക്കിയിരിക്കുന്നത്. വെട്ടിക്കവല ഗവൺമെന്റ് ITI അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പത്തനാപുരത്തിന്റെ വളർച്ചയ്ക്ക് ഗണ്യമായി സഹായിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പ് കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് വെട്ടിക്കവലയിൽ സർക്കാർ ITI സ്ഥാപിച്ചത്. 2020 അന്നത്തെ ധനകാര്യ കയർ വകുപ്പ് മന്ത്രിയായിരുന്ന TM തോമസ് ഐസക് ITIയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 4900 സ്ക്വയർ മീറ്ററിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കായി ഡ്രോയിംഗ് ഹാൾ, കമ്പ്യൂട്ടർ ലാബ്, ഓഡിയോ വിഷ്വൽ ഹാൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെട്ടിക്കവല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, മുഹമ്മദൻ ഗവൺമെന്റ് HSS എടത്തറ എന്നിവയും വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുന്നു. മികച്ച വിദ്യാഭ്യാസവും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉറപ്പുവരുത്തുന്നതിനായി കിഫ്ബി ഫണ്ട് അനുവദിച്ചിരുന്നു. 1934 സ്ഥാപിതമായ മുഹമ്മദൻ ഹയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ ബ്ലോക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളും പ്രീ പ്രൈമറി വിഭാഗവും ഇവിടെ പ്രവർത്തിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കീഴിൽ പത്തനാപുരം താലൂക്ക് ആശുപത്രി നിർമ്മിക്കാനും കിഫ്ബി ഫണ്ട് അനുവദിച്ചു. പത്തനാപുരത്തിന്റെ സ്വപ്ന പദ്ധതിയാണിത്. 2025 ഓഗസ്റ്റിൽ ആശുപത്രി നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. 74 കോടി രൂപയാണ് ബ്ലോക്ക് നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. 1.68 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ 6 നിലകളിലായാണ് ആശുപത്രി നിർമ്മിക്കുന്നത്. കല്ലടയാറിന്റെ തീരത്ത് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും താലൂക്കിലെ 6 പഞ്ചായത്തുകളും ചേർന്ന് വാങ്ങിയ 2 ഏക്കർ സ്ഥലത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. പത്തനാപുരം മണ്ഡലത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 66 കോടി രൂപയാണ് അനുവദിച്ചത്.